സന്തോഷം. ബഹുമാനപ്പെട്ട പീറ്ററച്ച, ബുദ്ധിയുടെ 3 തലങ്ങള് എനിക്കും ഒന്നും പിടികിട്ടാതായിരുന്ന ഒരു കാര്യമായിരുന്നു. അത് വളരെ വ്യക്തമായി അച്ഛൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. വളരെ സന്തോഷം. ദൈവാനുഗ്രഹം നേരുന്നു. ഈ ബുദ്ധിയുടെ തലം ഇത് വളരെ കൃത്യമായ ഒരു കാര്യമാണ്. ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ വചന വിചിന്തനത്തിന് വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിന്റെ ദാനമായ ബുദ്ധിയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതും ധ്യാനിക്കുന്നതും. 2 തരത്തിലുള്ള ബുദ്ധിയുണ്ട്. 2 അല്ല, ഒരർത്ഥത്തിൽ 3 തരത്തിലുള്ള ബുദ്ധിയുണ്ട്. ഒന്ന് പിശാചിന്റെ ബുദ്ധിയുണ്ട്. അത് എപ്രകാരം തിന്മ ഏറ്റവും ഭംഗിയായി ചെയ്യാം എന്നുള്ള ആലോചനകളാണ് ആ ബുദ്ധി. തിന്മയെ തിന്മയായിട്ട് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ തിന്മയെ നന്മയായിട്ട് മനസ്സിലാക്കുന്നു, ആ തിന്മയ്ക്ക് വേണ്ടിയിട്ട് ആസൂത്രണങ്ങൾ ചെയ്യുന്നു. ഇതൊക്കെ പിശാചിന്റെ ബുദ്ധി. രണ്ടാമത്തെ ബുദ്ധി ലൗകിക ബുദ്ധിയാണ്. ലൗകിക ബുദ്ധി എന്ന് വെച്ചാൽ എങ്ങനെ നമ്മുടെ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാം, എങ്ങനെ മെച്ചപ്പെട്ട ജോലി നേടാം, എങ്ങനെ കൂടുതൽ അറിവ് നേടാം, എങ്ങനെ കൂടുതൽ ഷൈൻ ചെയ്യാൻ പറ്റും, എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ കൂടുതൽ മെച്ചപ്പെട്ട ജീവൻ നയിക്കാൻ പറ്റും. ഇതൊക്കെ ലൗകിക ബുദ്ധികളാണ്. മൂന്നാമത്തേത് ആത്മീയ ബുദ്ധിയാണ്. ആത്മീയ ബുദ്ധി എന്ന് പറയുന്നത് ദൈവിക ബുദ്ധിയാണ്. ദൈവത്തിന്റെ പദ്ധതികൾ തിരിച്ചറിയുക, ദൈവത്തെ അറിയുക, ആ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ആസൂത്രണം ചെയ്യുക, ഇതൊക്കെ ദൈവിക ബുദ്ധിയാണ്. ഈ ബുദ്ധികളിൽ ഏത് ബുദ്ധിയാണ് നമുക്കുള്ളത്? അടിസ്ഥാനപരമായി നമുക്ക് ബുദ്ധിയുണ്ടോ? അങ്ങനെ ബുദ്ധി ഉണ്ടെങ്കിൽ ആ ബുദ്ധി ഏത് ബുദ്ധിയാണ്? പിശാചിന്റെ ബുദ്ധിയാണോ, ഈ ലോകത്തിന്റെ ബുദ്ധിയാണോ, അതോ ദൈവത്തിന്റെ ബുദ്ധിയാണോ? ദൈവത്തിന്റെ ബുദ്ധിയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത്, ഇന്നലെ നമ്മൾ കണ്ടു ജ്ഞാനത്തെക്കുറിച്ച്. ജ്ഞാനം എന്ന് പറയുന്നത് ദൈവം വെളിപ്പെടുത്തി തരുന്നതാണ് എന്ന് നമ്മൾ ഇന്നലെ ധ്യാനിച്ചു. നമ്മൾ അതിൻ്റെ 2ാം ഘട്ടമായിട്ടാണ് ഈ ബുദ്ധിയെ മനസ്സിലാക്കേണ്ടത്. ജ്ഞാനത്തിലൂടെ അല്ലെങ്കിൽ വെളിപാടിലൂടെ ലഭിക്കുന്നത് അത് മനസ്സിലാക്കലാണ് ഈ ദൈവിക ബുദ്ധിയുടെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് തരുന്ന ബുദ്ധിയുടെ അടിസ്ഥാന ഭാവം. ആ ബുദ്ധിയുടെ ഭാവത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ മനസ്സിലാക്കലാണ് പരിശുദ്ധാത്മാവ് തരുന്ന ബുദ്ധി. അതുകൊണ്ട് ബൈബിൾ ഉടനീളം നമ്മൾ കാണുന്നൊരു കാര്യം, ക്രിസ്തു പഠിപ്പിച്ച പല കാര്യങ്ങളും ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. പ്രത്യേകിച്ച് പീഡാസഹനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ ക്രിസ്തുവിന്റെ ഉത്ഥാനാനന്തരം പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാം വ്യക്തമായി. എൻ്റെ ഒരു ജീവിതാനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുക. ഒരു പള്ളിയിലായിരുന്നപ്പോൾ അവിടെ ഈ ആദ്യ കുർബാന സ്വീകരണത്തിന് കുട്ടികളെ ഒരുക്കുന്ന സാഹചര്യം. ഒരു ദിവസം ഈ ത്രിത്വിക ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കാനായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചർക്ക് അത്ര ഇത് പോരാ, അതുകൊണ്ട് അച്ഛൻ തന്നെ വന്ന് പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ പോയി ത്രിത്വിക ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങളിലൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു നോക്കി. ത്രിത്വിക ദൈവത്തിന്റെ ആളത്വവും അസ്തിത്വവും അതിൻ്റെ കാര്യകാര്യങ്ങളും ഒക്കെ പറഞ്ഞ് പല വിധത്തിലൊക്കെ പറഞ്ഞു നോക്കി. ഞാൻ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഇത് പിള്ളേരോട്, 4ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുങ്ങളോട്, ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങുന്ന കുട്ടികളോട് ഈ ത്രിത്വിക ദൈവത്തെക്കുറിച്ച് എങ്ങനെ പറയാൻ പറ്റും? അത് ഞാൻ വളരെയേറെ കഷ്ടപ്പെട്ടു. ഏതായാലും ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ചപ്പോഴും എനിക്കൊരു സംശയമായിരുന്നു, വല്ലതും പിടി കിട്ടിയിട്ടുണ്ട്. എനിക്ക് തന്നെയും മനസ്സിലായിട്ടില്ല. അപ്പൊ പിന്നെ പിള്ളേർക്ക് എങ്ങനെ മനസ്സിലാവും? ഞാനിത് കുട്ടികളോട് ഇങ്ങനെ ഓരോരുത്തരോട് ചോദിക്കാം, നിനക്കെന്താ മനസ്സിലായി? അങ്ങനെ ചോദിച്ചു വന്നപ്പോ ഒരു വലിയ
പഠിക്കുന്ന കുറച്ചൊന്നുമല്ല, പഠിത്തത്തിൽ അല്പം പുറകോട്ടുള്ളവനാണ്, ഇത്തിരി ഉഴപ്പനൊക്കെയാണ്. പക്ഷെ അവൻ എഴുന്നേറ്റ് വന്നിട്ട് എന്നെ ഞെട്ടിച്ചു തുടങ്ങി. അച്ഛാ, ഈ ത്രിത്വൈക ദൈവം എന്ന് പറഞ്ഞാൽ കോഴിമുട്ട പോലെയാ. അതിന് ഉണ്ണിയുണ്ട്, വെള്ളയുണ്ട്, പുറന്തോടുണ്ട്. ഇത് മൂന്നും കൂടി ആയാലേ മുട്ടയാവുള്ളൂ. ഇതിലേതെങ്കിലും ഒന്നായ മുട്ടയാവില്ല. ഇതുപോലെയാണ് ത്രിത്വൈക ദൈവം. മൂന്ന് ആളുകളുണ്ട്. ഇത് മൂന്നും കൂടിയാലാണ് ദൈവം എന്നാൽ സത്യമാവുള്ളൂ. അവന് മനസ്സിലായി, എനിക്ക് അവനിൽ നിന്ന് മനസ്സിലായി. അപ്പോ ത്രിത്വൈക ദൈവം എന്ന് പറയുന്ന സത്യത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അപ്പൊ ദൈവീക സത്യങ്ങളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതാണ് പരിശുദ്ധാത്മാവിന്റെ രണ്ടാമത്തെ വരമായ ബുദ്ധി എന്ന് പറയുന്നത്. ദൈവീക കാര്യങ്ങളെ. അപ്പൊ നമ്മൾ വചനം വായിക്കുന്നവരാ. വചനം വായിച്ചിട്ട് നമുക്ക് എന്താ മനസ്സിലായേ? അത് മനസ്സിലാവാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആവർത്തിച്ച് വായിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പിടികിട്ടും. ഇത് നമ്മൾ വളരെ കൃത്യമായിട്ട് ക്രിസ്തു തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയാണ്, നിങ്ങൾ തീർച്ചയായും കേൾക്കും, എന്നാൽ മനസ്സിലാക്കില്ല. തീർച്ചയായും കാണും, എന്നാൽ ഗ്രഹിക്കില്ല. ദൈവീക കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വചനം വായിച്ച് അതിൽ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നു. ചില ദർശനങ്ങൾ നമുക്ക് കിട്ടും. പഴയ നിയമത്തില് ഉണ്ടായ സ്വപ്നം വ്യാഖ്യാനിച്ച ജോസഫിനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന് ദൈവീകമായ മനസ്സിലാക്കല്, ഗ്രഹണം നമുക്ക് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് അത് ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴേ ഈ ഗ്രഹണം സാധ്യമാവും, മനസ്സിലാക്കല് സാധിക്കുക. അങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താ കുഴപ്പം? ദൈവീക കാര്യങ്ങളെ കുറിച്ച് മനസ്സിലായില്ലെങ്കിൽ തെറ്റുപറ്റാനായിട്ട് സാധ്യതയുണ്ട്. മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ വാക്യം 22-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യത്തിൽ പറയാണ്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കും. നമുക്ക് പലപ്പോഴും തെറ്റുപറ്റുന്നതിന്റെ കാരണം ഈ വിശുദ്ധ ലിഖിതങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്, പക്ഷെ മനസ്സിലാവുന്നില്ല. നമ്മളോട് ഇപ്പോ ഈ വിശുദ്ധ ലിഖിതം വായിക്കുമ്പോൾ എന്നോട് എന്താ പറയണേ? അതെനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ വായിക്കുന്നുണ്ട്, പക്ഷെ മനസ്സിലാവുന്നുണ്ടോ? അത് മനസ്സിലാകാതെ വരുമ്പോൾ നമുക്ക് തെറ്റുപറ്റും. ദൈവത്തിന്റെ ശക്തി നമുക്കെപ്പോഴും ഒരു തിക്ത അനുഭവം ഉണ്ടാകുമ്പോൾ, ഒരു പരീക്ഷയിലും കുട്ടികൾ തോറ്റു പോകുമ്പോൾ, ഒരു സാമ്പത്തിക കടബാധ്യത വരുമ്പോൾ, ഒരു രോഗം ഉണ്ടാകുമ്പോൾ ഒക്കെ നമുക്ക് തെറ്റുപറ്റുക. നമ്മുടെ തീരുമാനങ്ങളില്, നമ്മുടെ നയങ്ങളില്, നമ്മുടെ നിലപാടിലൊക്കെ തെറ്റുപറ്റുക. ദൈവീക ശക്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അതുകൊണ്ട് നമ്മള് ഈ മനസ്സിലാക്കല് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ക്രിസ്തു കൃത്യമായിട്ട് പറഞ്ഞത്, ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചുവെച്ച ജ്ഞാനം. ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെക്കുക, എന്നിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. അപ്പൊ ഈ ശിശുക്കൾക്ക് പലതും മനസ്സിലാവുന്നുണ്ട്, നമുക്ക് മനസ്സിലാവാത്ത. കാരണം ഈ പരിശുദ്ധാത്മാവിന്റെ കൃപ നമുക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്നില്ല. ഇനി അഥവാ കിട്ടിയാല് അതിന് നമ്മൾ വിധേയപ്പെടുന്നില്ല. അപ്പൊ അതുകൊണ്ട് തെറ്റുപറ്റുകയാണ്. ഇനി നമ്മൾ മറ്റൊരു പ്രശ്നം മനസ്സിലായില്ലെങ്കിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നത്തെ കുറിച്ച് വചനം പറയുകയാണ്. നമ്മൾ തർക്കിക്കും. മർക്കോസിന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തില്, നിങ്ങൾക്ക് അപ്പമില്ലാത്തതിനെ കുറിച്ച് എന്തിനു തർക്കിക്കുന്നു? ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ? അപ്പോ നമ്മള് ഇത് ഈ കാലഘട്ടത്തിന്റെ അടയാളമായിട്ട് കൂടി തിരിച്ചറിയണം. അപ്പത്തെ പറ്റിയാണ് തർക്കങ്ങൾ മുഴുവൻ. വിശുദ്ധ കുർബാനയെ കുറിച്ചാണ് തർക്കങ്ങൾ മുഴുവൻ. എന്തുകൊണ്ടാ? ഗ്രഹിക്കാൻ പറ്റുന്നില്ലെന്നേ, മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്നേ. പരിശുദ്ധാത്മാവിന്റെ ഈ ബുദ്ധിയുടെ വരം കിട്ടിയിട്ടില്ലെന്നേ. അത് പട്ടം കിട്ടിയത് കൊണ്ടൊന്നും കിട്ടണമെന്നൊന്നുമില്ല. പട്ടം കിട്ടാത്തത് കൊണ്ട് കിട്ടാതിരിക്കണമെന്നില്ല. അപ്പോ പരിശുദ്ധാത്മാവിന്റെ ബുദ്ധി, അതായത് മനസ്സിലാക്കൽ, വിസ്ഡം, ഇംഗ്ലീഷിലെ വാക്ക് കുറച്ചുകൂടി ഭംഗിയുള്ളതാണ്, വിസ്ഡം.
നിനക്ക് ഈ വിസ്ഡം ഉണ്ടോ? ഈ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് വാൾ പോസ്റ്റ് അടിക്കുകയും കുർബാനയ്ക്ക് വേണ്ടിയിട്ട് സമരം ഉണ്ടാക്കുകയും കുർബാനയ്ക്ക് വേണ്ടിയിട്ട് കള്ളവെപ്പിട്ട് മാർപ്പാപ്പയുടെയാണ്, പൗരസ്ത്യ സംഘത്തിന്റെയാണ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചേൽപ്പിക്കുകയും ഗുണ്ടായിസം കാണിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധാത്മാവിന്റെ ബുദ്ധി ഇല്ലാണ്ട് പോകുന്നു എന്ന് തന്നെയാണ്. അപ്പത്തെക്കുറിച്ചാണ് അന്നും ഇന്നും തർക്കം. അത് പരിശുദ്ധാത്മാവില്ലാത്തത് കൊണ്ട്. വീണ്ടും നമ്മള് മറ്റൊരു പ്രശ്നം, ഈ ദൈവിക ബുദ്ധി, അതായത് പരിശുദ്ധാത്മാവിന്റെ ബുദ്ധി നമുക്കില്ലെങ്കിൽ, നമ്മൾ മനസ്സിലാക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാല് മറ്റൊരു പ്രശ്നം കൂടി ഉണ്ട്. നമ്മൾ മൗനം പാലിക്കും. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പള്ളിയിലെ പ്രസംഗം പോലെ എന്ന് പറയും. എന്ന് വെച്ചാല് അച്ഛൻ പ്രസംഗിക്കുന്നു, ആൾക്കാര് ഒന്നും മിണ്ടുന്നില്ല, എല്ലാം ഇരുന്ന് കേൾക്കുന്നു. പലർക്കും വല്ലതും മനസ്സിലായെന്ന് വെച്ചാൽ ഒന്നും മനസ്സിലായിട്ടില്ല. മനസ്സിലാവാത്തത് കൊണ്ട് സാധാരണഗതിയില് പള്ളി പ്രസംഗങ്ങൾക്ക് എതിരെ സംശയങ്ങൾ വരാറില്ല. എന്നാൽ ചിലര് സംശയങ്ങൾ ചോദിക്കും. കുർബാന കഴിഞ്ഞിട്ട് എന്നോട് ചിലരെങ്കിലും ഒക്കെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അച്ഛാ, ഇന്ന് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എനിക്ക് സന്തോഷം. കാരണം എന്താന്ന് വെച്ചാല് അവനില് പരിശുദ്ധാത്മാവിന്റെ ബുദ്ധി അല്പമെങ്കിലും ഉണ്ട്. അപ്പൊ അവന് കുറച്ച് മനസ്സിലായി. അപ്പോ ഈ ബുദ്ധി, പരിശുദ്ധാത്മാവിന്റെ ബുദ്ധി അല്ലെങ്കിൽ ഈ വിസ്ഡം, അതുമല്ലെങ്കിൽ ഈ മനസ്സിലാക്കാനുള്ള കഴിവ്, അതുണ്ടാകണമെങ്കിൽ, ഉണ്ടായില്ലെങ്കിൽ മൗനം പാലിക്കും. പലയിടത്തും പലരും മൗനം പാലിക്കുന്നത് പണ്ട് പറഞ്ഞ തമാശ കൊണ്ടല്ല. പണ്ട് പറഞ്ഞ തമാശ ഏതാ? ഈ ബുദ്ധിയുള്ളെങ്കിൽ മിണ്ടാണ്ടിരിക്കണം, മൗനം വിദ്വാനുഭൂഷണം എന്ന് പറയുന്ന ഒരു പഴയ മണ്ടത്തരമുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളും കേട്ടിട്ട് പലരും മിണ്ടാതിരിക്കുന്നത് അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ട്. അവർക്ക് മനസ്സിലാവാത്തത് പലപ്പോഴും ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാത്തതുകൊണ്ട്. അപ്പോ മിണ്ടാതിരിക്കുന്നു എന്നുള്ളത് വലിയ ക്വാളിറ്റി അല്ല എന്നുകൂടി, ദൈവിക കാര്യങ്ങളെ കുറിച്ച് മിണ്ടാതിരിക്കുന്നത്, സംശയം ചോദിക്കാതിരിക്കുന്നത് വലിയ ക്വാളിറ്റി അല്ല. നേരെ മറിച്ച് അത് പരിശുദ്ധാത്മാവ് ഇല്ലാത്തതിന്റെ അടയാളം കൂടിയാണ് എന്ന് ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പ്രത്യേകിച്ച് സഹനങ്ങളെ കുറിച്ച് നമുക്കെപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യം, ലൗകിക ജ്ഞാനം അല്ലെങ്കിൽ ലൗകിക ബുദ്ധി അല്ലെങ്കിൽ ലൗകിക മനസ്സിലാക്കല് എപ്പോഴും എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് എന്നൊക്കെയാണ്. പക്ഷേ ആത്മീയ മനസ്സിലാക്കല് ഇതിന്റെ അർത്ഥം എന്താ? എനിക്കൊരു രോഗം വന്നു, എങ്ങനെ രോഗം വന്നു, എന്തുകൊണ്ട് രോഗം വന്നു, എങ്ങനെ ചികിത്സിക്കാം, എങ്ങനെ ഭേദമാക്കാം, ഇതൊക്കെ ലൗകിക ബുദ്ധികളാണ്. അതേസമയം ആത്മീയ ബുദ്ധി പറയും, ഈ രോഗത്തിന്റെ അർത്ഥം എന്താ? നിനക്ക് ഈ രോഗം വരാൻ, ഈ രോഗം നിന്നെ പഠിപ്പിക്കുന്ന പാഠം എന്താ? ഈ രോഗത്തിലൂടെ ദൈവം എന്താ ഉദ്ദേശിച്ചത്? അത് മനസ്സിലാക്കലാണ് പരിശുദ്ധാത്മാവിന്റെ ബുദ്ധി. ആ ബുദ്ധിയാണ് പലപ്പോഴും നമുക്ക് ഇല്ലാതെ പോകുന്നത് എന്ന് സാരം. ഈ ബുദ്ധി ഉണ്ടെങ്കിൽ വളരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. പലപ്പോഴും നമ്മുടെ മാതാപിതാക്കന്മാര് മക്കളെ കുറിച്ചുള്ള പരാതി, ഞാൻ പറഞ്ഞിട്ട് അവനൊന്നും കേൾക്കുന്നില്ല. എന്തുകൊണ്ടാണ് കേൾക്കാതെ പോകുന്നത്? ഈ ബുദ്ധി കൊണ്ടല്ല സംസാരിക്കുന്നതെന്നോ, ദൈവിക ബുദ്ധി കൊണ്ടല്ല സംസാരിക്കുന്നത്. ഒരു കുഞ്ഞുദാഹരണം ബൈബിളിൽ നിന്ന് എടുക്കാം. സമറിയാക്കാരും അല്ലെങ്കിൽ സമറിയാക്കാരി സ്ത്രീയും യേശു. ഈ സമറിയാക്കാരി സ്ത്രീയും യേശുവും തമ്മിലുള്ള കിണറ്റിൻകരയിലുള്ള സംഭാഷണം, അവളെക്കുറിച്ച് അത്ര പന്തിയല്ലാത്ത ചരിത്രം, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവള് ചെന്ന് ആ നാട്ടിൽ ചെന്നിട്ട് പറയാണ്, ഞാൻ ക്രിസ്തുവിനെ കണ്ടു, രക്ഷകനെ കണ്ടു. അപ്പോ ഈ സമറിയാക്കാരി സ്ത്രീ പറഞ്ഞത് കേട്ടിട്ട് ആ നാട് മുഴുവൻ അംഗീകരിച്ചു വരികയാണ്. ഇവളെ കേൾക്കാനോ ഇവളുടെ അടുത്ത് പോകാനോ ഇവളായിട്ട് സംസാരിക്കാനോ ലജ്ജിച്ചിരുന്ന ഒരു സമൂഹം ആത്മാവ് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ, ആത്മാവിന്റെ ബുദ്ധി കൊണ്ട് അവള് ചെന്ന് പറഞ്ഞപ്പോൾ, അവളുടെ വാക്ക് കേട്ട് ഈ നാട്ടുകാർ മുഴുവൻ ഈ ക്രിസ്തുവിന്റെ അടുത്തേക്ക് വരികയും, എന്നിട്ടോ ആ നാട്ടുകാരിലേക്ക് ഈ ആത്മാവ് പ്രവർത്തിക്കുക, ബുദ്ധിയുടെ ആത്മാവ്, മനസ്സിലാക്കുന്ന ആത്മാവ്, എന്നിട്ട്
ഈ സമറിയാക്കാർ ഒന്നടങ്കം ഈ സമറിയാക്കാരി സ്ത്രീയോട് പറയുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 42-ാമത്തെ വാക്യം. ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കും. ഇവനാണ് ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കി. അപ്പം നമ്മുടെ വചനപ്രഘോഷണങ്ങള്, നമ്മുടെ ശുശ്രൂഷകള് ഒക്കെ ഈ ലൗകിക ബുദ്ധി കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ ദൈവീക ബുദ്ധി കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ ബുദ്ധി കൊണ്ട് ചെയ്താല് ഈ സമറിയാക്കാരി സ്ത്രീ ചെയ്ത പോലെ വളരെ കുറച്ച് ചെയ്താൽ മതി. അതിന് വലിയ ഫലം ഉണ്ടാവും. അപ്പോ ലൗകിക ബുദ്ധി കൊണ്ടല്ല നമ്മുടെ ശുശ്രൂഷകൾ ചെയ്യേണ്ടത്, ദൈവിക ബുദ്ധി കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഈ സമറിയാക്കാരിയുടെ ശുശ്രൂഷ പോലെ വളരെ ലളിതമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി ഇങ്ങനെ ഈ ദൈവിക ബുദ്ധി ഉണ്ടായാല് നമുക്ക് വലിയ സന്തോഷവും ഉണ്ടാകുകയും ജീവിതത്തെ പ്ലസ് പോയിന്റ് ആയിട്ട് കാണാനും പറ്റും. നമുക്ക് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിന്റെ ആത്മാവിനെ അല്ല, പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെയാണ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മിലേക്ക് വന്നു കഴിയുമ്പോൾ ദൈവം നമ്മിൽ വർഷിച്ചിട്ടുള്ള ദാനങ്ങളെ കുറിച്ച് തിരിച്ചറിവുണ്ടാകും. അങ്ങനെ ദൈവം നമ്മിൽ വർഷിച്ച ദാനങ്ങളെ കുറിച്ച് തിരിച്ചറിവുണ്ടാകുമ്പോൾ എല്ലാത്തിനോടും നന്ദിയുള്ളവരായി, എല്ലാത്തിനോടും സന്തോഷമുള്ളവരായി ജീവിക്കാനായിട്ട് പറ്റും. എന്റെ ജീവിതത്തിൽ പരാതി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഈ ദൈവിക ബുദ്ധി ഇല്ലാത്തതുകൊണ്ട്, ദൈവത്തിന്റെ ശക്തി മനസ്സിലാക്കാത്തതുകൊണ്ട്, ദൈവത്തിന്റെ കൃപകളെ മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട്, ദൈവത്തെ പറ്റാത്തതുകൊണ്ട്, ദൈവത്തിന്റെ ദാനങ്ങളെ മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് പരാതിയും, നമുക്ക് പരിഭവവും, നമുക്ക് ആകുലതയും, നമുക്ക് ടെൻഷനും ഒക്കെ ഉണ്ടാകുക. എഫേസുകാർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങൾ വിളിച്ചിരിക്കുന്നത് എന്നറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കും. അപ്പൊ നമ്മുടെ ഈ ആന്തരിക നേത്രം എന്ന് പറയുന്നത് എന്താ? ഈ ആത്മാവിന്റെ മനസ്സിലാക്കലാണ്, ആത്മാവിന്റെ ബുദ്ധിയാണ്. ഈ ആത്മാവിന്റെ ബുദ്ധിയെ ദൈവം പ്രകാശിപ്പിക്കും. എങ്ങനെ? ആ പ്രകാശിപ്പിച്ചാലുള്ള മെച്ചം എന്നാണ്? നമുക്ക് പ്രത്യാശ ഉണ്ടാകും. എത്രയും വലിയ പ്രത്യാശയിലേക്കാണ് വിളിച്ചത് എന്ന് നമുക്കറിയാൻ പറ്റും. വിശുദ്ധരുടെ, നമ്മുടെയൊക്കെ അവകാശം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും. അവിടുത്തെ വാഗ്ദാനം എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ മഹത്വത്തിന്റെ സമൃദ്ധി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ അപ്പോൾ ഈ ദൈവിക ബുദ്ധിയിലൂടെ നമുക്ക് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോഴത്തെ കാര്യങ്ങളെക്കുറിച്ചും മാത്രമല്ല വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ജീവിതം വലിയ പ്രത്യാശയുടെ ജീവിതമായിട്ട് മാറും. ഇനി ഈ ബുദ്ധി ആർക്ക് കിട്ടും? ഈ ബുദ്ധി കർത്താവ് നമുക്ക് തരും. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ട കഴിവ് കർത്താവ് നിനക്ക് തരും. ആർക്ക് തരും? നിനക്ക് തരും. നമ്മൾ കണ്ണാടിയിൽ നോക്കി പറയണം, എല്ലാം മനസ്സിലാക്കാൻ വേണ്ട കഴിവ് കർത്താവ് നിനക്ക് തരും. ദൈവിക ബുദ്ധി നിനക്ക് തരുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവത്തില് നമുക്ക് വിശ്വസിക്കാം. ദൈവം നമുക്ക് ദൈവിക ബുദ്ധി തരട്ടെ.